പെരുമ്പാവൂരിലൂടെ അടുത്ത കാലത്തെങ്ങാനും യാത്ര ചെയ്തിട്ടുണ്ടോ? അതിലെ നഗര വീഥികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ? ബസ്സുകളുടെ ബോർഡുകൾ മുതൽ കടകളുടെ പേരുകൾ വരെ ഹിന്ദിയിൽ. കടന്നു പോകുന്നവരിലേറെയും അന്യസംസ്ഥാന തൊഴിലാളികൾ. ഹോട്ടലുകളിലെയും മൊബൈൽ ഷോപ്പുകളിലെയും ജോലിക്കാരായുള്ളത് ഹിന്ദി സംസാരിക്കുന്നത്. പറമ്പിലെ ജോലികൾക്കും കെട്ടിട നിർമ്മാണത്തിനും അന്യസംസ്ഥാന തൊഴിലാളികൾ. മുടിവെട്ടുവാൻ ബ്യൂട്ടി പാർലറിലോ ഭക്ഷണം കഴിക്കുവാൻ ഹോട്ടലിലോ കയറുമ്പോഴും അവിടെയും അവർ തന്നെ. ഇവിടെയുള്ള മലയാളികൾ എവിടെ പോയി എന്നല്ല, ഇത് കേരളമല്ലേ എന്നൊരു സംശയം കൂടി മനസ്സിലുണ്ടാക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. അതെ, പെരുമ്പാവൂർ പഴയ പെരുമ്പാവൂരേ അല്ല. ഇത് പെരുമ്പാവൂരിൽ മാത്രം കാണുന്ന സ്ഥിതിവിശേഷവുമല്ല, കേരളത്തിന്റെ പൊതു അവസ്ഥയാണ്. എന്നാൽ അതിൽ തന്നെ പെരുമ്പാവൂർ അക്കാര്യത്തിൽ മുഖ്യ സ്ഥാനം വഹിക്കുന്നു. കാരണം അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും അധികമായി ജോലി ചെയ്യുന്ന, തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് പെരുമ്പാവൂർ. ഭായിമാരെന്നും അതിഥി തൊഴിലാളികളെന്നും ഓമനപ്പേരിട്ടും വാത്സല്യ പുരസ്സരവും വിളിക്കപ്പെടുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ പെരുമ്പാവൂരിനെ കൈയടക്കി വെച്ചിരിക്കുന്നു. പെരുമ്പാവൂരിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒട്ടും ശുഭസൂചകമോ ആശാവഹമോ അല്ല. തദ്ദേശവാസികൾക്കോ സന്ദർശകർക്കോ പെരുമ്പാവൂരിൽ സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയാത്തത്ര വിധത്തിൽ എല്ലാവിധ സ്വസ്ഥതയും സ്വച്ഛതയും തകർക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അത്യന്തം വഷളായിരിക്കുന്നു. ആശങ്കയും നടുക്കവും ഉളവാക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളുടെ പോലും ശ്രദ്ധ പെരുമ്പാവൂരിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സാഹചര്യം. ഇന്ന് പെരുമ്പാവൂരിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ മലയാളിയും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പെരുമ്പാവൂരിലല്ലേ, ഇതൊന്നും എന്നെ ബാധിക്കില്ലല്ലോ എന്ന അലസ വിചാരമൊന്നും വേണ്ട. ഇന്ന് പെരുമ്പാവൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ നമ്മുടെ ദേശത്തും സംഭവിച്ചുകൂടായിരിക്കുകയില്ല. അതെ, പെരുമ്പാവൂർ അകലെയല്ല. എറണാകുളം ജില്ലയിലാണ് പെരുമ്പാവൂർ. കൊച്ചിയിൽ നിന്ന് ഏകദേശം 26 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നഗരം. കേരളത്തിന്റെ മധ്യഭാഗത്താണ് പെരുമ്പാവൂർ. അത്രയധികം അറിയപ്പെടാതിരുന്ന പെരുമ്പാവൂർ ഒരു നടുക്കമായി മലയാളിയുടെ മനസ്സിലേക്ക് കയറി കൂടിയത് 2016 മുതൽക്കാണ്. 29 വയസ്സുള്ള ജിഷ എന്ന നിയമ വിദ്യാർത്ഥിനിയുടെ ക്രൂരമായ ബലാത്സംഗമായിരുന്നു അതിന് കാരണമായി മാറിയത്. ഏപ്രിൽ 28 രാത്രി 8:30-യോടെയാണ് ജിഷ മരിച്ച നിലയിൽ അമ്മ കണ്ടെത്തിയത്. ശ്വാസം മുട്ടിച്ചും ക്രൂരമായി മർദ്ദിച്ചുമാണ് ജിഷയെ കൊലപ്പെടുത്തിയത്. ദേഹത്ത് 30-ലധികം മുറിവുകളും ഉണ്ടായിരുന്നു. കുടൽമാല മുറിഞ്ഞ് കുടൽ പുറത്തുവന്നും കത്തി നെഞ്ചിൽ ആഴത്തിൽ കുത്തിയിറക്കിയ നിലയിലുമായിരുന്നു മൃതദേഹം കാണപ്പെട്ടത്. അന്യസംസ്ഥാന തൊഴിലാളിയായ അമീറുൽ ഇസ്ലാം എന്നയാളെയാണ് ഒടുവിൽ പോലീസ് പ്രതിയായി കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. മാത്രവുമല്ല, തുടക്കത്തിൽ ജിഷയുടെ സഹോദരിയുടെ സുഹൃത്തായ അന്യസംസ്ഥാന തൊഴിലാളിയും സംശയത്തിന് നിഴലിലായിരുന്നു. അതെന്തായാലും ഈ സംഭവത്തോടെ അന്യസംസ്ഥാന തൊഴിലാളികളെ കുറിച്ചുള്ള ഭീതി പെരുമ്പാവൂരുകാരുടെ മനസ്സിൽ കൂട് കെട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2016 മുതൽ കേരള മനസ്സിൽ കടന്നുകൂടിയ അന്യസംസ്ഥാന തൊഴിലാളികളെ കുറിച്ചുള്ള ആശങ്കകളും ഭയങ്ങളും ഇപ്പോൾ സീമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. ആലുവയും അങ്കമാലിയും മൂവാറ്റുപുഴയും കോലഞ്ചേരിയും കോതമംഗലവും അയൽ നഗരങ്ങളായ പെരുമ്പാവൂർ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് മരവ്യവസായവുമായി ബന്ധപ്പെട്ടവയായിരുന്നു. എന്നാൽ അറയ്ക്കപ്പൊടിയുടെ മണമുള്ള പെരുമ്പാവൂരല്ല ഇപ്പോഴുള്ളത്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിയർപ്പിന്റെ ഗന്ധമുള്ള, അവർ ചവയ്ക്കുന്ന പാൻപരാഗിന്റെയും മുറുക്കാന്റെയും ചുവന്ന തുപ്പൽ വീണ പെരുമ്പാവൂരാണ്. മിനി ഇന്ത്യ എന്ന് പോലും അറിയപ്പെടത്തക്ക വിധത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെ വിഹാര കേന്ദ്രമാണ് പെരുമ്പാവൂർ. അങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു പരിച്ഛേദമായി പെരുമ്പാവൂർ മാറിയിരിക്കുന്നത്. ഞായറാഴ്ചകളിലാണ് പെരുമ്പാവൂരും അന്യസംസ്ഥാന തൊഴിലാളികളും തമ്മിലുള്ള ബന്ധം മറനീക്കി പുറത്തു വരുന്നത്. മലയാളികളെക്കാൾ ആ ദിവസം തെരുവുകളിലും കടകളിലും ബസ്സുകളിലും ഉള്ളത് ഭൂരിപക്ഷം മലയാളികൾക്കും അപരിചിതമായ ഏതൊക്കെയോ ഭാഷ സംസാരിക്കുന്ന, വിവിധ പ്രാദേശിക ഭാഷ വ്യത്യാസം പ്രകടമാക്കുന്ന ഹിന്ദി സംസാരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളായിരിക്കും. ഇവരിൽ കുറച്ചധികം ആളുകളെങ്കിലും അനധികൃതമായി കേരളത്തിൽ കുടിയേറിയവരാണ്. തൊഴിൽ എന്നതിനപ്പുറം തങ്ങളുടെ ഏതൊക്കെയോ ചില കുൽസിത പ്രവർത്തനങ്ങൾ നിർബാധം തുടരുന്നതിന് വേണ്ടിയാണ് അവർ കേരളത്തിൽ എത്തിയിരിക്കുന്നത് എന്ന വിധത്തിലുള്ള ശക്തമായ ആരോപണങ്ങൾ നിലവിലുണ്ട്. പെരുമ്പാവൂരിലെ പല പ്രദേശങ്ങളിലും സാധാരണക്കാർക്ക് താമസിക്കുവാനോ അതിലൂടെ നടന്നു പോകുവാനോ കഴിയാത്ത അവസ്ഥയാണുള്ളത്. കാരണം അന്യസംസ്ഥാന തൊഴിലാളികൾ അവിടമെല്ലാം കീഴടക്കുകയും മേധാവിത്വം സ്ഥാപിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പെരുമ്പാവൂരിനെ സംബന്ധിച്ച ഏറ്റവും പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. പെരുമ്പാവൂരിലെ അതിഥി തൊഴിലാളികൾക്കിടയിൽ എയ്ഡ്സ് രോഗം വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ പുതിയ വാർത്ത.
പെരുമ്പാവൂരിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി സാമൂഹ്യമായി കണ്ടുവരുന്ന നിരവധി മാറ്റങ്ങളുടെ ഫലമാണ് ഇന്ന് പെരുമ്പാവൂരിനെ പിടികൂടിയിരിക്കുന്നത്. നിലവിൽ 27 പേർക്കാണ് HIV സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ രോഗബാധിതരിൽ 10 മലയാളികളും പ്രായപൂർത്തിയാകാത്തവർ പോലും ഉണ്ട് എന്നതാണ് ഇതിന്റെ പിന്നിലെ മറ്റൊരു നടുക്കം. ലഹരി ഉപയോഗവും എയ്ഡ്സ് രോഗബാധയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമൂഹ്യ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് മയക്കുമരുന്ന്. അതുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരിൽ കാണുന്ന മറ്റൊരു ഗുരുതര പ്രശ്നമാണ് എയ്ഡ്സ്. വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും ഇവ രണ്ടും പ്രതികൂലമായി ബാധിക്കുകയും ജീവന് തന്നെ ഭീഷണി ഉണർത്തുകയും ചെയ്യുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ, പ്രത്യേകിച്ച് ഇഞ്ചക്ഷൻ വഴി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിലാണ് HIV വൈറസ് കൂടുതലായി വ്യാപിക്കുന്നത്. കാരണം ഒരേ സൂചി അല്ലെങ്കിൽ സിറിഞ്ച് ഒന്നിലധികം പേർ ഉപയോഗിക്കുമ്പോൾ രക്തത്തിലൂടെ വൈറസ് നേരിട്ട് ശരീരത്തിൽ ബാധിക്കുന്നു. വ്യക്തികളുമായുള്ള സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളും എയ്ഡ്സിന് കാരണമാകുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെ കടന്നുവരവും നഗരവൽക്കരണവും കൂടിയപ്പോൾ പലതരത്തിലുള്ള സാമൂഹിക വെല്ലുവിളികളും പെരുമ്പാവൂർ നേരിടേണ്ടി വരുന്നു. അതിൽ ഏറ്റവും രൂക്ഷമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എയ്ഡ്സ് ബാധ. രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ആശ്വാസം. പുതിയ കേസുകൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആരോഗ്യവകുപ്പ്. അതിഥി തൊഴിലാളികളുടെ വിദ്യാഭ്യാസമില്ലായ്മയും അറിവുകേടുകളും രോഗബാധയ്ക്ക് കാരണമായതിനാൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ ബോധവൽക്കരണ പരിപാടികൾ ഇപ്പോൾ നടക്കുന്നുമുണ്ട്. ജാഗ്രത പുലർത്തുവാനുമാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി ആരോഗ്യ ഉത്സവം എന്ന പേരിൽ ഫെബ്രുവരി 22-ന് പെരുമ്പാവൂരിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കും. പരമാവധി അതിഥി തൊഴിലാളികളെ ഇതിൽ പങ്കെടുപ്പിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ നീക്കം. പെരുമ്പാവൂരിനെ ബോംബെയിലെ ചുവന്ന തെരുവാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സമീപകാലത്തെ പല ദൃശ്യങ്ങളും വാർത്തകളും പറയുന്നത്. സ്വന്തം ശരീരത്തിന് പരസ്യമായി വില പറഞ്ഞ് കച്ചവടം ഉറപ്പിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കേരളം ദൈവത്തിന്റെ നാടാണ് എന്ന വിശ്വാസത്തെ വേരോടെ പിഴുതെറിയുന്ന രീതിയിലുള്ളതായിരുന്നു ഇത്തരം ദൃശ്യങ്ങൾ. പെരുമ്പാവൂർ വെങ്ങോലയ്ക്കടുത്ത് കണ്ടത്തറയിലാണ് ഭായ് കോളനി. ഇവിടെയാണ് പെരുമ്പാവൂരിലെ പെൺവാണിഭത്തിന്റെയും മയക്കുമരുന്നിന്റെയും പ്രഭവകേന്ദ്രം. പെരുമ്പാവൂരിലെ ചുവന്ന തെരുവ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ലൈംഗിക വൃത്തിയും മയക്കുമരുന്ന് വ്യാപാരവും മാത്രമല്ല, നാട്ടുകാരും അന്യസംസ്ഥാന തൊഴിലാളികളും തമ്മിലുള്ള ഏറ്റുമുട്ടലും ഇവിടെ പതിവായിരിക്കുകയാണ്. പെരുമ്പാവൂരിനെ കീഴടക്കിയിരിക്കുന്ന മറ്റൊന്നാണ് ലഹരിമരുന്ന്. അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ലഹരിമരുന്ന് വ്യാപാരവും വ്യാപകമായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ലഹരിമരുന്നുമായി ബന്ധപ്പെട്ട് 9 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 100-ലധികം പോലീസുകാർ ഒരുമിച്ചിറങ്ങി റെയ്ഡ് നടത്തുകയായിരുന്നു. മാത്രവുമല്ല, ലോഡ്ജുകളിൽ നടന്ന പരിശോധനയിൽ രേഖകളില്ലാതെ താമസിച്ച 3 സ്ത്രീകളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് പെരുമ്പാവൂരിലെ മയക്കുമരുന്ന് വ്യാപാരത്തെക്കുറിച്ചുള്ള ശക്തമായ സൂചന ലഭിച്ചത്. അന്ന് അവിടെ നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഹെറോയിനുമായി സെലീന എന്ന സ്ത്രീ അറസ്റ്റിലായി. അറസ്റ്റിനെ തുടർന്ന് ഒരേ സമയം ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പോലീസും എക്സൈസും മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള അവിശുദ്ധ ബന്ധവും അതോടൊപ്പം താൻ തന്നെയാണ് ലഹരി കച്ചവടത്തെക്കുറിച്ച് പോലീസിന് വിവരം നൽകുന്നതെന്ന സെലീനയുടെ വെളിപ്പെടുത്തൽ. ഒരേ വള്ളത്തിൽ മയക്കുമരുന്ന് വ്യാപാര സംഘവും നിയമപാലകരും സഞ്ചരിക്കുന്നു എന്ന നിഗമനത്തിലാണ് ഇതേ തുടർന്ന് പൊതുസമൂഹം എത്തിയത്. ആരോപണത്തെ തുടർന്ന് ചില ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലായിരുന്നു എന്നത് മാത്രമായിരുന്നു അനന്തരഫലം. പോലീസും എക്സൈസും ലഹരി കച്ചവടത്തിന് കൂട്ടു നിൽക്കുന്നിടത്തോളം കാലം പെരുമ്പാവൂരിൽ നിന്ന് ലഹരി തുടച്ചു നീക്കപ്പെടുകയില്ല എന്ന യാഥാർത്ഥ്യത്തിനാണ് ഇവിടെ അടിവരയിടുന്നത്. അതിനു പുറമെ അതിഥി തൊഴിലാളികൾ കുറ്റവാളികളാകുന്ന കേസുകളും കുറവല്ല. കോട്ടയത്ത് ഹോട്ടൽ ഉടമകളായിരുന്ന ദമ്പതികളെ അരിങ്കൊല ചെയ്ത് മുഖം വികൃതമാക്കിയത് അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു. കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നത് മുതൽ കഞ്ചാവ് വിൽപ്പന വരെയുള്ള നിരവധി കേസുകളിൽ പലപ്പോഴും കുറ്റവാളികളാകുന്നതും ഇവർ തന്നെയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം ഒളിച്ചോടുന്ന പെൺകുട്ടികൾ മുതൽ ഭർതൃമതികൾ വരെയുണ്ട് എന്നതും മറ്റൊരു വശം. മലയാളി യുവാക്കൾ 35-40 വയസ്സെത്തിയിട്ടും അവിവാഹിതരായി തുടരുമ്പോഴാണ് അന്യസംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം ജീവിക്കാനായി കേരളീയ സ്ത്രീകൾ വീട് വിട്ടിറങ്ങുന്നത്. പ്രേമത്തിന് കണ്ണുണ്ടോ, അന്യസംസ്ഥാന തൊഴിലാളികളെ സ്നേഹിക്കാൻ പാടില്ലെന്നുണ്ടോ എന്നിങ്ങനെയുള്ള മുട്ടപ്പോക്ക് ചോദ്യങ്ങൾ ചോദിച്ച് എതിരാനും ആളുകൾ ഉണ്ടാവാം. പക്ഷേ എവിടെ നിന്നോ വന്ന തികച്ചും അപരിചിതരായ ഈ പുരുഷന്മാർക്കൊപ്പം എവിടേക്കെന്നില്ലാതെ ഇറങ്ങിപ്പോകുന്ന യുവതികളുടെ മനഃശാസ്ത്രം അപഗ്രഥന വിധേയമാക്കേണ്ടതുണ്ട്. ഇതൊന്നും അന്യസംസ്ഥാന തൊഴിലാളികൾ ഒഴിവാക്കണമെന്ന നിഗമനത്തിലെത്താൻ വേണ്ടിയുള്ളതല്ല. കാരണം കണ്ടെത്തലുകളല്ല, പക്ഷേ അവർ നമ്മുടെ സംസ്കാരത്തിന് ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനുള്ള ചെറിയ ചെറിയ സൂചനകൾ മാത്രമാണ്. കേരളത്തിലെ തൊഴിലാളികളിൽ നല്ലൊരു ശതമാനവും ഇന്ന് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. പശ്ചിമ ബംഗാൾ, ആസാം, ഉത്തർപ്രദേശ്, ബീഹാർ, ഒഡീഷ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഏറെ. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് കേരളത്തിൽ നിലവിൽ 25 ലക്ഷത്തിനും 35 ലക്ഷത്തിനും ഇടയിൽ അതിഥി തൊഴിലാളികളുണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്ന 13 പേരിൽ ഒരാൾ അന്യസംസ്ഥാന തൊഴിലാളിയാണെന്നാണ് മറ്റൊരു കണക്ക്. 2030 ആകുമ്പോഴേക്കും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം 55 കടക്കുമെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സ്വർഗമായി കേരളം മാറുമെന്നതാണ് വാസ്തവം.
750 കോടിയോളം രൂപയാണ് ഇവർ കേരളത്തിൽ നിന്ന് തങ്ങളുടെ സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തും അവർക്ക് അതിഥി തൊഴിലാളികൾ എന്ന് വിശേഷണം നൽകി ആദരം നൽകിയതും ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരാണ്. ഭാരതീയ ആതിഥേയ മര്യാദയുടെ ഭാഗമായാണ് അതിഥിയെ ദൈവതുല്യനായി കാണുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിശേഷണവും നൽകിയിരിക്കുന്നത്. അതിഥി തൊഴിലാളികളുടെ കുട്ടികൾക്ക് കേരളത്തിൽ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുവാൻ ജ്യോതി എന്ന പേരിൽ സർക്കാർ പദ്ധതികൾ പോലും ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾക്ക് കേരളത്തിൽ വോട്ടവകാശം പോലും ഉണ്ടെന്നും ആരോപിക്കപ്പെടുന്നു. അതിഥി തൊഴിലാളികൾക്ക് ഇത്രയധികം സ്ഥാനവും പദവിയും നൽകിയിട്ടും അവർ കേരളത്തിന് തിരികെ എന്ത് നൽകി? പെരുമ്പാവൂരിനെ അവർ ഒരു വേശ്യ തിരുവാക്കി മാറ്റി. അന്യസംസ്ഥാനത്ത് നിന്ന് സ്ത്രീകളെ കൊണ്ടുവന്ന് കേരളത്തിലെ പുരുഷന്മാർക്ക് ലൈംഗിക വൃത്തിക്കായി സമർപ്പിച്ചു. ഫലമോ പെരുമ്പാവൂർ HIV കേന്ദ്രമായി. അനേകം മലയാളി യുവാക്കൾ മയക്കുമരുന്നിന്റെ അടിമകളായി. കഞ്ചാവ്, മരുന്ന്, പെണ്ണ് എന്നിവയ്ക്കായി ഇങ്ങോട്ട് വന്നാൽ തല്ലും 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 എന്നാണ് ബായ് കോളനിയുടെ വാതിൽക്കൽ പ്രദേശവാസികൾ സ്ഥാപിച്ചിരിക്കുന്ന മുന്നറിയിപ്പ്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ബായ് കോളനിയിലെ ഉപയോക്താക്കൾ മലയാളികളാണെന്ന്. അന്യസംസ്ഥാന തൊഴിലാളികളെ പേടിപ്പിക്കാൻ മലയാളത്തിലുള്ള ഈ ബോർഡ് മതിയാവുകയില്ലല്ലോ. അന്യസംസ്ഥാന തൊഴിലാളികൾ തങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് അയക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം മലയാളികൾ മേൽപ്പറഞ്ഞ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നതിൽ നിന്നാണെന്ന് കൂടി ഇവിടെ വ്യക്തമാകുന്നുണ്ട്. 3 പതിറ്റാണ്ടോളമായി കേരളത്തിന്റെ സാമ്പത്തികവും തൊഴിൽപരവുമായ മേഖലകളിൽ നിർണായകമായ സംഭാവനകൾ നൽകുവാൻ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത്തരത്തിലുള്ള തൊഴിൽ കുടിയേറ്റങ്ങൾ കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച സാമൂഹിക അന്തരീക്ഷവും ഉയർന്ന വേതനവുമാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നത്. നാം ഗൾഫ് നാടുകളെ എങ്ങനെ കാണുന്നുവോ അതുപോലെ തന്നെയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തെ കാണുന്നത്. സ്വന്തം സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന വേതനത്തെക്കാൾ ഉയർന്ന വേതനമാണ് അവർക്ക് ഇവിടെ ലഭിക്കുന്നത്. എന്നാൽ അതാവട്ടെ ഒരു മലയാളിക്ക് കൊടുക്കുന്ന ലേബർ ചാർജിന്റെ അത്രയും വരികയുമില്ല. തന്മൂലം മുതലാളിമാർക്ക് അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറെ പ്രിയപ്പെട്ടവരാകുന്നു. അതുപോലെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കും. സ്കിൽഡ് ലേബേഴ്സ് അല്ലാത്ത ഇവരിൽ ഭൂരിപക്ഷവും സ്വന്തം നിലയിൽ പഠിച്ചാണ് പല ജോലികളും ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു കാര്യം. ഭായിമാരില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുകയുമില്ലായിരുന്നു. ഇന്ന് താഴ്തട്ടിലുള്ള ജോലി എന്ന് വിശേഷിപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന പല ജോലികളും ചെയ്യുവാൻ അന്യസംസ്ഥാന തൊഴിലാളികളെ ഉള്ളൂ എന്നതും യാഥാർത്ഥ്യമാണ്. അക്കാരണത്താൽ ഇന്ന് അതിഥി തൊഴിലാളികൾക്ക് കേരള സമൂഹത്തിലുള്ള സ്ഥാനം അവഗണിക്കാവുന്നതുമല്ല. സഭയുടെ ഭാഗത്തു നിന്നും അതിഥി തൊഴിലാളികളുടെ ക്ഷേമത്തിനായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അന്യസംസ്ഥാന തൊഴിലാളികളെ ന്യായീകരിക്കുവാൻ കഴിയുന്ന കാരണങ്ങളല്ല. അതുപോലെ തന്നെ ഏതു കാരണം കൊണ്ടാണെങ്കിലും ഭായിമാരെ കേരളത്തിൽ നിന്ന് പുറത്താക്കുവാനും കഴിയില്ല. പക്ഷേ അന്യസംസ്ഥാന തൊഴിലാളികളുടെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കുവാനും സാമൂഹികമായ സുരക്ഷിതത്വം പെരുമ്പാവൂരിൽ ഉറപ്പുവരുത്തുവാനും സർക്കാർ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ബായ് കോളനിക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ പൊതുപ്രവർത്തകനെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്ത പോലീസാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നത് അവഗണിച്ച് കളയാവുന്ന കാര്യമല്ല. ഇക്കാര്യം പോലീസും ഈ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്നുണ്ട്. നിയമ സംവിധാനങ്ങൾക്ക് പോലും നേരിട്ട് കടന്നു ചെല്ലുവാൻ കഴിയാത്ത വിധത്തിൽ ഭായിമാർ ഇവിടെ ഒരു സാമ്രാജ്യം രൂപീകരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് പെരുമ്പാവൂർ ഇങ്ങനെ അധപതിച്ചു പോയത്? അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾക്കായി കേരളം വാതിൽ തുറന്നു കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം കൂടി നാം കണ്ടെത്തേണ്ടതുണ്ട്. അധ്വാനം ആവശ്യമുള്ള ജോലികളിൽ നിന്ന് യുവതലമുറ അകന്നു പോയപ്പോൾ ചെയ്തു തീർക്കേണ്ട ജോലികൾക്ക് വേണ്ടിയുള്ള അന്യദേശങ്ങളിൽ നിന്ന് ആളുകളെ ഇവിടേക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വന്നു. ഏതെങ്കിലും ഒറ്റപ്പെട്ട ചില ജോലികൾക്ക് വേണ്ടി ഇവിടെ എത്തിയവർ കേരളത്തിന്റെ സാമൂഹിക അവസ്ഥയും ചെറുപ്പക്കാരുടെ മാനസിക അവസ്ഥയും കൃത്യമായി മനസ്സിലാക്കി കളങ്ങൾ വരച്ചു. മെക്കാനിക് ജോലികളും തെരുവോര കച്ചവടങ്ങളും എന്ന് വേണ്ട വലുതും ചെറുതുമായ എല്ലാത്തരം ജോലികളും അവർ കൈയടക്കി. നമ്മുടെ ചെറുപ്പക്കാർ OETയും IELTSഉം പഠിച്ച് വിദേശത്തേക്ക് പോകുവാൻ സ്കോർ നേട്ടവുമായി ദിനരാത്രങ്ങൾ തള്ളി നീക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ വേണ്ടെന്ന് വെച്ച പല തദ്ദേശീയ ജോലികളും അതിഥി തൊഴിലാളികൾ കൈയടക്കി. അന്യസംസ്ഥാന തൊഴിലാളികൾ അവധിക്കെത്തിയപ്പോൾ അവരുടെ ഉയർന്ന ജീവിത നിലവാരവും സാമ്പത്തിക ശേഷിയും മനസ്സിലാക്കി അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും കേരളത്തിലേക്ക് കൂട്ടത്തോടെ എത്തി തുടങ്ങി. അങ്ങനെയാണ് പെരുമ്പാവൂർ അതിഥി തൊഴിലാളികൾ കീഴടക്കിയത്. ഇന്ന് അവർ തങ്ങളുടെ സംസ്കാരം അവിടെ പ്രചരിപ്പിക്കുന്നു, തങ്ങളുടെ രീതി അനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നു. സ്വന്തം ദേശത്ത് അന്യരെ പോലെ നോക്കി നിൽക്കേണ്ടി വന്ന അവസ്ഥയിലാണ് പെരുമ്പാവൂരിലെ മലയാളികൾ. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണമെന്ന ആവശ്യം പലയിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. അവർ മനുഷ്യരാണ് എന്ന ബോധം നമുക്കുണ്ടാവേണ്ടതും ആവശ്യമാണ്. പക്ഷേ അവരെ കേരള സമൂഹത്തിന് ഉപദ്രവകാരികളാക്കി മാറ്റാതിരിക്കുക, നാട്ടിൽ ജീവിച്ച് അന്തസ്സോടെ പണിയെടുത്ത് ജീവിക്കുവാൻ കഴിയുന്ന എല്ലാ സാധ്യതകളും ഇല്ലാതാക്കി അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് തഴച്ചു വളരുവാൻ ഇവിടെ അവസരം ഒരുക്കിയതിന് ഇന്നാട്ടിലെ ഭരണവർഗത്തിനും യുവതലമുറയ്ക്കും ഒന്നുപോലെ ഉത്തരവാദിത്തമുണ്ട്. പെരുമ്പാവൂരിലെ മലയാളികൾ വൈകിയെങ്കിലും തങ്ങൾ കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയെ തിരിച്ചറിയുകയും അതിന് പോംവഴികൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നുവെന്നതാണ് ഇത്തിരിയെങ്കിലും ആശ്വാസം നൽകുന്നത്. അതിന് മികച്ച ഉദാഹരണമാണ് പെരുമ്പാവൂരുകാർ രൂപം കൊടുത്ത ജനകീയ കൂട്ടായ്മ.
എല്ലാ അന്യസംസ്ഥാന തൊഴിലാളികൾക്കും എതിരെയല്ല, മറിച്ച് അതിലെ ക്രിമിനലുകളായ ഒരു ന്യൂനപക്ഷത്തിനെതിരെയാണ് ഈ പടയൊരുക്കം എന്നാണ് ജനകീയ കൂട്ടായ്മയുടെ വിശദീകരണം. ഇനി അന്യസംസ്ഥാന തൊഴിലാളികളെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ കേരളത്തിന്റെ സാമൂഹ്യ സുരക്ഷയ്ക്ക് അവർ എത്രത്തോളം അപകടകാരികളാകുമെന്ന കാര്യത്തിൽ അധികാരികൾ കൃത്യമായ പരിശോധനകൾ നടത്തുകയും അനിയന്ത്രിതമായ കുടിയേറ്റങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയും വേണം. കാരണം അതിഥി തൊഴിലാളികൾക്കിടയിൽ ചില ഭീകരവാദികളും കടന്നു കൂടിയിട്ടുണ്ടെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. കൃത്യമായ മതിയായ തെളിവുകളോ ഇല്ലാതെ ഒളിച്ചു താമസിക്കുന്നവർ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഉണ്ട് എന്നതും നിഷേധിക്കാനാവാത്ത സത്യമാണ്. ഇന്ത്യക്കാരാണോ എന്ന് പോലും സംശയം ഉണ്ടാകുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങളും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് അനുഭവസ്ഥർ പറയുന്നു. പെരുമ്പാവൂർ എന്ന ടൗൺ മാത്രമല്ല, കോതമംഗലത്തേക്കും അങ്കമാലിയിലേക്കും ആലുവിലേക്കും ഒക്കെ എത്തിച്ചേരുന്ന വിധത്തിലുള്ള അപകടം അന്യസംസ്ഥാന തൊഴിലാളികൾ മൂലം ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസത്തേക്ക് മാത്രം താമസിക്കാൻ വരുന്നവനാണ് അതിഥി. പക്ഷേ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇപ്പോൾ വർഷങ്ങളായി നമ്മുടെ ഇടയിലുണ്ട്. അതിഥികൾ മാന്യത പുലർത്തേണ്ടവരാണ്. ആതിഥേയർക്ക് അസ്വസ്ഥത സൃഷ്ടിക്കാതെ കടന്നു പോകേണ്ടവരും. പെരുമ്പാവൂരിലെ അന്യസംസ്ഥാന തൊഴിലാളികളെ ഇക്കാര്യം ആരാണ് ബോധ്യപ്പെടുത്തുക? പെരുമ്പാവൂർ ഒരു രാജ്യമല്ല, അത് കേരളത്തിന്റെ ഭാഗമായ ഒരു പ്രദേശം മാത്രമാണ്. ഇക്കാര്യം കൂടി അതിഥി തൊഴിലാളികൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ബായി കോളനിയും എയ്ഡ്സും മയക്കുമരുന്നും ചേർന്ന് പെരുമ്പാവൂരിൽ തദ്ദേശീയർക്ക് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇനിയെങ്കിലും തങ്ങളുടെ പഴയ സ്വസ്ഥതയും ശാന്തതയും വീണ്ടെടുക്കുവാൻ പെരുമ്പാവൂരുകാർക്ക് കഴിയുമോ? കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതിനായി ഭരണാധികാരികളും ജനപ്രതിനിധികളും ജനകീയ കൂട്ടായ്മകളും മുന്നോട്ടിറങ്ങട്ടെ. പെരുമ്പാവൂരുകാർ അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കട്ടെ. ബായി കോളനികളിലെ അസന്മാർഗികതകൾക്ക് അവസാനമുണ്ടാകട്ടെ.